കല്യാണ സാരി എടുക്കണ്ടേ നമുക്ക്? വേറെ കുറേ സാരികളും ഡ്രസ്സുകളും ഒക്കെ എടുക്കണം. എപ്പോഴാണ് പോവാ? പറയുന്നതിനൊപ്പം അവൻ്റെ കുസൃതിയും കൂടുന്നുണ്ട്. അവൻ്റെ കൈ തടഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഇതൊക്കെ വേണോ ഹരിയേട്ടാ? വേണം, എല്ലാം വേണം. അടുത്ത ശനിയോ വല്ലതും പോവാം. വേണ്ടതൊക്കെ വാങ്ങിവരാം. ഡ്രസ്സും ചെരുപ്പും, പിന്നെ നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ. ഒരുപാടായി പോണമെന്ന് കരുതുന്നു. എന്നല്ലാതെ നിന്നോട് പറയാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ കല്യാണ പർച്ചേസിനൊപ്പം തന്നെ എല്ലാം എടുക്കാം. എങ്ങനെ? ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ താടിത്തുമ്പിൽ മുത്തമിട്ടു ഗൗരി. ഹരി ചിരിച്ചുപോയി. സ്നേഹം കൂടിയ പെണ്ണെ, കണ്ണിറുക്കി അവൻ ചോദിക്കെ അവൾ ചിരിച്ചു. പിന്നെ ആ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിലും ഒന്നമർത്തി പിടച്ചിലോടെ അവനിൽ നിന്നു അകന്നു. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, വാ. അപ്പോൾ തന്നെ അവൻ മുഖം കൊടുക്കാതെ ഇറങ്ങിപ്പോയിരുന്നു ഗൗരി. അവളുടെ മുത്തം പതിഞ്ഞ നെഞ്ചിൽ തടവിക്കൊണ്ട് വാത്സല്യം നിറഞ്ഞ ചിരിയോടെ ഹരിയും മുറി വിട്ടിറങ്ങി. അലക്കിയെടുത്തതൊക്കെ വിരിച്ചിട്ട് ബക്കറ്റിലെ വെള്ളം മുറ്റത്തേക്ക് ഒഴിച്ചു കളഞ്ഞ് അടുക്കള വശത്തേക്ക് നടന്നു ഗൗരി. അവിടെ കോവയ്ക്കയുടെ വള്ളിയിലേക്ക് താങ്ങ് വെച്ച് കെട്ടുകയാണ് സുജാത. ഇന്നുച്ചയ്ക്ക് കോവയ്ക്ക വറവുണ്ടാക്കാം അല്ലേ അമ്മേ? ഇത് തികയും. കൂടെ സാമ്പാറും ഉണ്ടാക്കാം. ഒരു പാത്രത്തിലെടുത്ത് വെച്ച കോവയ്ക്ക നോക്കിയാണ് ഗൗരി ചോദിച്ചത്. അതിൽ കുറച്ചേ ഉള്ളൂ. ഹരിക്കിഷ്ടമാണ്, അതാ കുറച്ചാണേലും പൊട്ടിച്ചത്. കൂടെ കുറച്ച് ചീരയുണ്ട്, അതും വെക്കാം. ഗൗരി തലയാട്ടി പാത്രവും കൊണ്ട് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് മുൻവശത്തു നിന്ന് ഹോൺ കേൾക്കുന്നത്. ഹരി വന്നോ? സുജാത പണി നിർത്തി തിരിഞ്ഞു നോക്കി. ഇത് ബൈക്കിൻ്റെ അല്ല അമ്മേ, കാറാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. പാത്രം അടുക്കള സ്ലാബിൽ വെച്ച് കുത്തിവെച്ച സാരി നേരെയായി ആക്കി വിയർപ്പും ഒപ്പി ഉമ്മറത്തേക്ക് നടന്നവൾ വാതിൽ തുറന്നതും ചുറ്റും നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ട് ഗൗരിയുടെ കണ്ണു വിടർന്നു. കിച്ചേട്ടാ, അത്യന്തം സന്തോഷത്തോടെ വിളിച്ചവൾ മുറ്റത്തേക്കിറങ്ങിയതും ചുറ്റും കണ്ണോടിച്ചു നിന്നവൻ അവളുടെ വിളിയിൽ തിരിഞ്ഞു. അപ്പോഴേക്കും നെഞ്ചിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. മോളെ, സുഖമല്ലേ നിനക്ക്? മുടിയിൽ തഴുകെ അവൻ ചോദിക്കെ ഗൗരി ചിരിച്ചു. സന്തോഷം മാത്രം കിച്ചേട്ടാ. ഇതെപ്പോൾ നാട്ടിലേക്ക് വന്നു? ഇന്നലെ രാത്രി. ഹരിയില്ലേ ഇവിടെ? ഇല്ല, കടയിൽ പോയി. കിച്ചേട്ട വാ, അമ്മയകത്തുണ്ട്. അവനെയും പിടിച്ച് അകത്തേക്ക് കയറ്റി കൊണ്ടുവന്ന കവറൊക്കെ അവൾക്ക് കൊടുക്കുമ്പോൾ പെണ്ണ് സംശയത്തോടെ നോക്കുന്നുമുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് നിനക്ക് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സുകളും പിന്നെ കുറച്ച് ബേക്കറി അതൊക്കെ എടുത്ത് അകത്തേക്ക് നടക്കുമ്പോൾ ഗൗരിയുടെ കണ്ണൊന്ന് കലങ്ങി. പണ്ട് നന്ദൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴാണ് അവൾക്ക് ഡ്രസ്സും വേണ്ട സാധനങ്ങളുമൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ചായ കുടിച്ചും വിശേഷം പറഞ്ഞും സമയം പോയത് അറിഞ്ഞില്ല. അതിനിടയിൽ ഗൗരി ഹരിയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അവൻ ഊണിന് വരാമെന്ന് പറഞ്ഞു, നന്ദനെ വിടരുതെന്നും പറഞ്ഞു. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് കിച്ചേട്ടാ? ഉമ്മറത്ത് വരാന്തയിലിരുന്ന് സംസാരത്തിനിടയിൽ ഗൗരി ചോദിക്കെ നന്ദൻ അവളെ നോക്കി. കിടപ്പില്ല, കാര്യങ്ങളൊക്കെ നോക്കാൻ ആളെ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അച്ഛൻ്റെ വിലക്കുണ്ട്, വല്യമ്മയ്ക്ക് പിന്നെ വല്യച്ഛനെ നോക്കണ്ടേ. അവസാനം പുറമേ നിന്ന് ആളെ വെച്ചു. ഒട്ടും ഇഷ്ടമായിട്ടില്ല തമ്പുരാട്ടിക്ക്. ആവണ്ട, ഇനിയെങ്കിലും ചെയ്ത തെറ്റിൻ്റെയൊക്കെ ആഴം അറിയട്ടെ. ഗൗരി ഒന്നും പറഞ്ഞില്ല. ഒരിറ്റ് സഹതാപം പോലും അവളുടെ മനസ്സിൽ തോന്നിയതുമില്ല. എങ്ങാനും സങ്കടം വരുമ്പോൾ ഹരിയെക്കുറിച്ച് ഓർക്കും. അവൻ കുത്തുകിട്ടി എന്ന് കേട്ട് തകർന്നുപോയ നിമിഷത്തെക്കുറിച്ച് ഓർക്കും. ആ നിമിഷം ലോകത്തിൽ ആരോടും തോന്നാത്ത അത്രയും വെറുപ്പ് അവരോട് തോന്നും. അവൾ നന്ദൻ്റെ തോളിലേക്ക് ചാഞ്ഞു കടന്നു. ഹരി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അവൻ ബൈക്കിൽ നിന്നിറങ്ങുമ്പോഴും നോട്ടം ഗൗരിയിലാണ്. അവൾ ചാഞ്ഞു കിടക്കുന്ന അവൻ്റെ തോളിൽ. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ പരിഭവം നിറഞ്ഞത്. ചുണ്ടു കൂർത്തു വന്നു. മനസ്സു വാശിയോടെ അവളെ പിടിച്ച് നെഞ്ചിലേക്ക് ചേർക്കാൻ തുനിയുന്നു. വരുത്തിയ ഒരു ചിരിയോടെ അവൻ നന്ദന് നേരെ കൈനീട്ടി. എപ്പോൾ വന്നു? നാട്ടിലേക്ക് രാത്രി എത്തി. കടയിലെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഗൗരിക്കരികിൽ നിന്നോട് നന്ദൻ ചോദിച്ചു. വിചാരിച്ചിലും നല്ല ലാഭമാണ്, അവൻ ഗൗരിയെ നോക്കിയാണ് പറഞ്ഞത്. അപ്പോഴും നന്ദൻ്റെ തോളിൽ ചാഞ്ഞ് അവനെ നോക്കി ഇരിപ്പാണ് അവൾ. ഹരിയേട്ടാ, കുടിക്കാനെടുക്കട്ടെ? അവൻ്റെ നോട്ടത്തിൽ കണ്ണു പിടച്ചതും അവൾ നേരെയിരുന്നു. ഇപ്പം വേണ്ട, കഴിക്കാറായില്ലേ? തലയാട്ടി പെണ്ണു വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി. അതിനിടയിൽ കുശുമ്പ് മനസ്സിലാക്കിയെന്ന പോലെ അവൻ്റെ തോളിൽ അമർത്തിയൊന്ന് പിച്ചി വിട്ടു അവൾ. ഹരി തല താഴ്ത്തി വിശത്തുമ്പ് കടിച്ച് ചിരിയടക്കി. ഊണ് കഴിച്ച് നന്ദൻ ഇറങ്ങിയതും അടുക്കളയൊതുക്കി ഗൗരി മുറിയിലേക്ക് നടന്നു. ഹരി ബെഡിൽ കിടന്ന് ഫോണിൽ സംസാരമാണ്. മലർന്നു കിടന്ന് കാലിന്മേൽ കാലുവെച്ച് കാര്യമായി സംസാരിക്കുന്നവനെ നോക്കി തന്നെ അവൾ കബോർഡ് തുറന്ന് ഡ്രസ്സ് എടുത്തു. ഗൗരി, മുടിയഴിച്ചിട്ട് വിടർത്തുന്നവളെ കുറച്ച് ഗൗരവത്തോടെയാണ് ഹരി വിളിച്ചത്. തെല്ലൊരു സംശയത്തോടെ ഗൗരി അവനെ നോക്കി. പുരികം ചുളിച്ച് ടേബിളിൽ വെച്ചിരിക്കുന്ന കവറിലേക്കാണ് അവൻ്റെ നോട്ടം അത്രയും. ഏട്ടൻ കൊണ്ടുവന്നതാ കുറച്ച് ഡ്രസ്സ്. മുമ്പ് ഏട്ടനായിരുന്നല്ലോ ഡ്രസ്സൊക്കെ എനിക്ക് എടുക്കാറ്. ഇതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുമായിരുന്നു. അതല്ലാതെ മുത്തശ്ശി ഒന്നും വാങ്ങിത്തരില്ലല്ലോ.
ചിലപ്പോൾ അച്ഛൻ കാശ് കൊടുത്താൽ അമ്മ ഡ്രസ്സ് വിൽക്കാൻ വരുന്നവരുടെ ധാവണിയൊക്കെ വാങ്ങും. ഇന്നും കൊണ്ടുവന്നപ്പോൾ ഏട്ടനോട് വേണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അതാ. ഹരി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഗൗരി ആ മുഖത്തേക്ക് തന്നെ നോക്കി തന്നെ അവൻ്റെ അടുക്കലിരുന്നു. ഹരി അവളുടെ വലം കൈ പൊതിഞ്ഞു പിടിച്ചു. ഏട്ടനുമായി നീ എത്ര അടുപ്പത്തിലായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അവരോട് ക്ഷമിക്കാൻ ഒരിക്കലും കഴിയില്ല ഗൗരി. അവർ കാരണമാണ് നീ അവിടെ. ഒരിക്കലെങ്കിലും അവരൊക്കെ ഒന്ന് ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ, നിനക്കും അനുവിനും വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ കുറച്ചെങ്കിലും അവനോട് അടുപ്പം തോന്നിയാനെ. പക്ഷേ അവൻ ഞങ്ങളെ കാണാത്ത പോലെ ബാംഗ്ലൂരിലേക്ക് പോയി. എന്നിട്ട് ഇപ്പോൾ വന്ന് സ്നേഹം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഗൗരി അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്നു. ഒന്നിൽ എനിക്ക് അവനോട് കടപ്പാടുണ്ട്. എന്നെക്കൊണ്ട് കൂടുതൽ പണികളൊന്നും ചെയ്യിപ്പിക്കാൻ ഇടവരുത്താതെ നമ്മുടെ കല്യാണം സ്വയം നടത്തി തന്നില്ലേ? ആ ഒരു സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനോട് സംസാരിക്കുന്നത് പോലും. ഏട്ടനും അച്ഛനും സമ്മതിച്ചിരുന്നില്ല എങ്കിൽ ഹരിയേട്ടൻ എന്ത് ചെയ്തേനെ? ഹരി കണ്ണുകൾ താഴ്ത്തി നോക്കുമ്പോൾ അവൾ ആകാംക്ഷയിലിരിക്കുകയാണ്. ഹരി ആ നെറ്റിയിൽ അമർത്തിയൊന്ന് മുത്തി. വിളിച്ചിറക്കിക്കൊണ്ട് വന്നേനെ. അതുതന്നെയായിരുന്നു പ്ലാനും. നിന്റെ കൈയും പിടിച്ച് ആ പടി ഇറങ്ങുന്നത്, എന്നിട്ട് താലി കിട്ടും. പക്ഷേ അതിന് നിന്റെ ഏട്ട സമ്മതിച്ചില്ല. മാന്യമായി തന്നെ നിന്റെ തന്ത കൈ പിടിച്ചു തന്നു. എന്തായാലും എനിക്ക് തന്നെ കിട്ടിയില്ലേ, അത് മതി. ഞെക്കി പൊട്ടിക്കും പോലെ ഇറുക്കിക്കൊണ്ട് അവൻ പറയെ ഗൗരി ചിരിച്ചുപോയി. പക്ഷേ അന്നൊക്കെ എനിക്ക് ഹരിയേട്ടനെ പേടിയായിരുന്നു. വീട്ടിൽ വന്ന് ബഹളം വെച്ച ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ശരിക്കും പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. തലയും താഴ്ത്തി അവൾ മെല്ലെ പറഞ്ഞു. ഹരിയാണോ എന്ന പോലെ നോക്കിയതും പെണ്ണ് ചമ്മലിൽ ചിരിച്ചു. അറിയായിരുന്നു കൊച്ചേ, നിനക്ക് പേടിയുണ്ടാവുമെന്നും എന്നെ അംഗീകരിക്കാനാവില്ല എന്നുമൊക്കെ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ പേരിൽ ഞാൻ നിന്നെ വിട്ടുകളഞ്ഞ പിന്നെ ഒരിക്കലും എനിക്ക് സ്വന്തമാവില്ലെന്ന് തോന്നി. നീ കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല. ആ വീട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവരണം, അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറി കുഞ്ഞി. കാതിന് തുമ്പ് നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ പറയെ ഗൗരി ഒന്ന് കുറുകി, പ്രാവിനെ പോലെ. ഗൗരി എന്തോ പറയാൻ വന്നതും ഹരിയുടെ ഫോൺ ബെല്ലടിച്ചു. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഫോണിൽ സംസാരിക്കുമ്പോൾ ഗൗരിയുടെ നോട്ടം അവനിൽ മാത്രം ഒതുങ്ങി. ഞാൻ വന്നിട്ട് വിളിക്ക്, ഞാൻ വരാം പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ വെച്ചതും ഗൗരി മുഖമുയർത്തി അവൻ്റെ താടിത്തുമ്പിൽ അമർത്തി മുത്തി. മുള്ളുപോലെയുള്ള അവൻ്റെ താടി ചുണ്ടിനെ വേദനിപ്പിച്ചുകൊണ്ട് ഇക്ലിയാക്കിയതും അവൾ ചിരിച്ചുപോയി. ഞാനൊരു സർപ്രൈസ് തരട്ടെ കുഞ്ഞി? ആ കണ്ണിൽ മുത്തിയാണ് അവൻ ചോദിച്ചത്. ഗൗരി ആവേശത്തോടെ തലയാട്ടി. ഹരി അവളെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ കൈയെത്തിച്ച് ടേബിൾ ഡ്രോയർ തുറന്നു. അവൾ മേശയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. കവറിനുള്ളിൽ പൊതിഞ്ഞ് പെട്ടിയെടുത്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടിയതും ഗൗരി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. നിനക്കാ ഹരിയേട്ടാ? അവളുടെ കണ്ണറിയാതെ കലങ്ങിപ്പോയി. വാങ്ങു പെണ്ണെ. അവൻ നീട്ടിയതും അവൾ ആ പെട്ടി വാങ്ങി. അതൊരു ഫോണായിരുന്നു. അവളുടെ കണ്ണുനീർ അതിലേക്ക് ഇറ്റിറ്റ് വീണു. കുഞ്ഞി, സന്തോഷം കണ്ട ഹരിയേട്ടാ? അവൻ്റെ തോളിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് ഇറുക്കി അവൾ പറഞ്ഞു. ഹരി ചിരിച്ചു. കൂടെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ എന്തു ഭാഗ്യം ചെയ്തിട്ടാ ഹരിയേട്ടാ ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ? വല്ലാതെ നേർത്തുപോയി അവളുടെ സ്വരം. അറിയില്ല കൊച്ചേ, അവൻ പറയെ. ഗൗരി ആ കഴുത്തിൽ നിന്നും അടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ കൈക്കുമ്പിളിൽ ആ മുഖമെടുത്ത് കവളിൽ അമർത്തി മുത്തി. ഇപ്പുറത്തെ കവളിലും നെറ്റിയിലും ഇരു കണ്ണിലും മൂക്കിലും താടിത്തുമ്പിലും. അവസാനം അവളുടെ ചെഞ്ചുണ്ട് അവൻ്റെ ചുണ്ടിലമർന്നു. ശക്തിയിൽ തന്നെ അവൾ കീഴ്ചുണ്ടിനെ നുണഞ്ഞു വിട്ടു. ഒന്ന് ഞെട്ടിയെങ്കിലും കണ്ണുകൾ അടച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് മുറുക്കി അവനും തിരിച്ചാ ചുണ്ടിനെ ഇറുക്കി നുണഞ്ഞു. ദീർഘനേരം. ഇതും കൂടി എടുത്തോ കുഞ്ഞി? കൂട്ടി വെച്ചിരിക്കുന്നതിൽ കടും പച്ച കോട്ടൺ സാരി എടുത്തുകൊണ്ട് ഹരി പറയെ ഗൗരി അവനെ കൂർപ്പിച്ചു നോക്കി. ഇപ്പം തന്നെ ഒരുപാടായി ഹരിയേട്ടാ, എനിക്ക് മതിയെന്നേ. ഇതൊക്കെ ഞാൻ എപ്പോൾ ഇടാനാ? ചുണ്ടു പിളർത്തി അവൾ പറയെ ഹരി കണ്ണുരുട്ടി നോക്കി. പെണ്ണു മുഖം തിരിച്ച് ഒറ്റ പോക്ക്. കൂടെ ആ സാരിയും കയ്യിലെടുത്തിട്ടുണ്ട്. ഹരി മീശത്തുമ്പ് കടിച്ച് ചിരി അടക്കി. പിന്നെ അവരുടെ കളികളൊക്കെ നോക്കി ചിരി അടക്കി നിൽക്കുന്ന സെയിൽസ് ഗേളിനെ നോക്കി കണ്ണ് ചിമ്മി അവളുടെ പുറകെ നടന്നു. ബില്ല് ചെയ്ത് വരുമ്പോൾ കവറുകളൊക്കെ അവിടുത്തെ കുറച്ചു പേരെല്ലാം കാറിലേക്ക് എടുത്ത് വെച്ചിരുന്നു. ഡിക്കി മുഴുവനുമുണ്ട്. ഇനി വല്ലതും വേണോ കൊച്ചേ? ഡിക്കി അടച്ചുകൊണ്ട് അവൻ ചോദിക്കെ ഗൗരി വേഗം തന്നെ ഇല്ലെന്ന് തലയാട്ടി. വീട്ടിൽ പോവാൻ ഹരിയേട്ടാ, മടുത്തു, തലവേദന എടുക്കുക. ദയനീയമായി അവൾ പറയെ ഹരി അവളെ ചേർത്ത് പിടിച്ചു. ചായ കുടിച്ചിട്ട് പോവാം, ഇപ്പം തന്നെ സമയം 4 ആയില്ലേ? ഗൗരി മടിയോടെയാണെങ്കിലും തലയാട്ടി. അടുത്തുള്ള ഹോട്ടലിലേക്ക് തന്നെ ഹരി അവളെയും കൂട്ടി കയറി.
ഗൗരിക്ക് ഒട്ടും വയ്യായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ് പർച്ചേസ് എന്നും പറഞ്ഞ്. വേണ്ടതും വേണ്ടാത്തതും അങ്ങനെ ഹരിയുടെ വാക്കും കേട്ട് എല്ലാം മേടിച്ചു. ഉച്ചയായതും ഊണും കഴിച്ച് വീണ്ടും തുടങ്ങി. ഇടയിൽ മുസ്തുവും ബിബിയും വന്നിരുന്നു. അവർ മൂന്നാളും കൂടി കല്യാണത്തിനിടാനുള്ളത് തേക്കാനിട്ടു. എല്ലാം കഴിയുമ്പോൾ സമയം 4. അമ്മയ്ക്കും ഹീതുവിനും കഴിക്കാൻ വാങ്ങിയാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത്. ഹരി കാറ് തീർക്കേണ്ട താമസം. പെണ്ണ് വേഗം തന്നെ ഇറങ്ങി അകത്തേക്കോടി. അമ്മയ്ക്കുള്ള പൊതി ആ കയ്യിൽ കൊടുത്തിട്ട് പെണ്ണ് മുറിയിലേക്ക് കയറിയതും ഹരി ചിരിയോടെ ഹാളിലേക്ക് കയറി. അവൻ്റെ കയ്യിൽ നിറയെ കവറുകളാണ്. കൊച്ചിനെന്ത് പറ്റിയടാ? ഒറ്റ ഓട്ടമായിരുന്നല്ലോ. തലവേദനയാണെന്ന്. ഒന്ന് കുളിച്ച് കിടക്കാൻ പോയതാവും. ഹീതു എവിടെ? കവറുകളെല്ലാം ടേബിളിൽ വെച്ചവൻ അമ്മയെ നോക്കി. എത്തിയിട്ടില്ല. ഫാൻസിയിൽ കയറാനെന്ന് രാവിലെ പറഞ്ഞിരുന്നു. വേണ്ടതൊക്കെ വാങ്ങിയോ? ഓരോ കവറെടുത്തു നോക്കി സുജാത ചോദിച്ചു. മിക്കതും വാങ്ങി. വലുതും വിട്ടുപോയിട്ടുണ്ടേ എന്നോട് പറയണ്ട. വിളിക്കുമ്പോൾ വരണമായിരുന്നു. അപ്പം ജാട. ഹരി മുഖം തിരിച്ചതും സുജാത ചിരിച്ചു. നിനക്കറിയില്ലേ ഹരി, ടൗണിലേക്ക് വന്നാൽ പിന്നെ 2 ദിവസം അതിൻ്റെ ആവും ക്ഷീണം. അതിലും നല്ലത് വീട്ടിലിരിക്കുന്ന. ഇപ്പോൾ വേണ്ടതൊക്കെ കൊണ്ടുവരാൻ ആളുണ്ടല്ലോ. പിന്നെന്തിനാ ഞാൻ വരുന്നത്? ഓ ആയിക്കോട്ടെ. അവൻ മുണ്ടൊതുക്കി കസേര വലിച്ചിട്ടിരുന്നു. ദാ ഇത് പെണ്ണിനാണ്. അവൾ പറഞ്ഞ് ഡിസൈൻ തന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ദാ അമ്മയ്ക്കും. ചെരുപ്പൊക്കെ മോളുടെ സെലക്ഷനാണേ. വല്ല കുറവുണ്ടേ അങ്ങോട്ട് തന്നെ പറഞ്ഞേര്. ഓരോ കവർ നീട്ടിക്കൊണ്ട് ഹരി പറയുമ്പോൾ സുജാത ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ മോക്ക് നിന്നേക്കാളും സെലക്ഷൻ ഉണ്ടടാ. എല്ലാം കൊള്ളാം. അവർ ചിരിയോടെ പറയെ ഹരിയും ചിരിച്ചു. എല്ലാം പെണ്ണിൻ്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. അമ്മയ്ക്കും ഹീതുവിനും എത്ര എടുത്താലും അവൾക്ക് പോരാ. നൈറ്റിയും സാരിയും ഹീതുവിന് വേണ്ടതും അങ്ങനെ ഒരുപാട് എടുത്തു പിടിച്ചിരുന്നു പെണ്ണ്. അമ്മയുടെ വിടരുന്ന കണ്ണുകൾ കാണെ ഹരിയുടെ നെഞ്ച് ആർദ്രമായി. ആദ്യമായിട്ടാണ് അമ്മയ്ക്ക് താൻ വാങ്ങിക്കൊടുക്കുന്നത്. മുമ്പൊക്കെ കാശ് കയ്യിൽ കൊടുക്കുമെന്നല്ലാതെ ഒരിക്കലും വാങ്ങിക്കൊടുത്തിട്ടില്ല. അതിനൊക്കെ എവിടുന്നായിരുന്നു നേരം? അമ്മയെ നോക്കി ഓരോന്ന് ചിന്തിക്ക് സുജാത പുരികം ചുളിച്ച് അവനെ നോക്കി. അതിന് കണ്ണ് ചിമ്മി ചിരിച്ച് ഹരി എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. വാതിൽ ചേർത്തടച്ചതും ഗൗരി ഒന്നുകൂടി ചുരുണ്ടത് ഹരി അറിഞ്ഞു. അവൻ ചിരിയോടെ അവളെ നോക്കി. കുളിച്ചു വന്ന് നനഞ്ഞ മുടി കട്ടിൽ താഴേക്ക് വിടർത്തിയിട്ട് സാരി അലസമായി ചുറ്റി ചുരുണ്ട് കിടക്കുകയാണവൾ. അവൻ ഷർട്ട് അഴിച്ചു മാറ്റി അവൾ വിരിച്ചിട്ട് ടവലെടുത്ത് കുളിക്കാൻ കയറി. കുളിച്ചു വരുമ്പോഴേക്കും അവൾ ഉറക്കം പിടിച്ചിരുന്നു. മുടി നന്നായി ഉണക്കി ഒന്ന് ചീകി വെച്ച് അവളുടെ അടുത്തേക്ക് തന്നെ അവൻ കിടന്നു. ചെരിഞ്ഞ് അവളെ നോക്കുമ്പോൾ ശാന്തമായ ഉറക്കമാണ്. ഒറ്റവരിക്ക് നെഞ്ചിലേക്ക് കയറ്റി കിടത്തിയതും പെണ്ണുമുഖം നെഞ്ചിലേക്ക് പൂഴ്ത്തി അവനെ ആഞ്ഞു പുണർന്നു. ഹരി അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി വെച്ച് കണ്ണുകൾ അടച്ചു. പതിയെ അവനും ഉറക്കം പിടിച്ചു. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഗൗരി പിന്നെ കണ്ണുകൾ തുറന്നത്. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും മുറിയിലാകെ ഇരുട്ട് കാണെ അവൾ ഞെട്ടിപ്പോയി. ശരീരത്തിൽ മുറുകിയിരിക്കുന്ന കയ്യിൽ തെല്ലാശ്വാസം തോന്നിയതും വേഗം തന്നെ എണ്ണീറ്റിരുന്നു. അവളുടെ അനക്കമറിഞ്ഞതും ഹരിയും കണ്ണുകൾ തുറന്നു. ഒരുപാട് വൈകിയോ കുഞ്ഞി? തിരിഞ്ഞു കിടക്കുന്നിടയിൽ അവൻ ചോദിച്ചു. വൈകിയെന്ന് തോന്നുന്നു ഹരിയേട്ടാ. അയ്യോ സമയം 7. ഫോൺ എടുത്ത് നോക്കി അവൾ ഞെട്ടി. വേഗം തന്നെ പിടഞ്ഞെഴുന്നേറ്റ് ഫ്രഷായി വന്ന് മുറിയിലെ ലൈറ്റിട്ടപ്പോഴും ഹരി വീണ്ടും ഉറക്കം പിടിച്ചിരുന്നു. കമിഴ്ന്ന് തലയിണയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നവനെ നെറ്റിയിലൊന്ന് മുത്തി അവൾ വേഗം തന്നെ ഡോറ് തുറന്നിറങ്ങി. സുജാത അടുക്കളയിലാണ്. അമ്മേ എണ്ണീറ്റോ? തലവേദന കുറവുണ്ടോ മോളെ? ഉള്ളി അരിയുന്നിടയിൽ സുജാത തിരിഞ്ഞു നോക്കി ചോദിച്ചു. ആ കുറഞ്ഞമ്മേ. രാവിലെ ഇറങ്ങിയതല്ലേ, അതിൻ്റെ ആയിരുന്നു. എനിക്കങ്ങനെ പുറത്തേക്കൊക്കെ പോയി ശീലമില്ലല്ലോ. ചമ്മലോടെ പറഞ്ഞവൾ ഗ്യാസിലേക്ക് എത്തി നോക്കി. കോഴി ഇരിപ്പുണ്ടല്ലോ, വെക്കാമെന്ന് കരുതി. രാവിലത്തേക്കും അത് തന്നെ മതിയല്ലോ. ഹരി എണ്ണീറ്റില്ലേ? ഇല്ല, നല്ല ഉറക്കമാണ്. ഞാൻ വിളിക്കാനും പോയില്ല. പറയുന്നതിനൊപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച കോഴി കഴുകാനൊരുങ്ങിയവൾ. അമ്മയും മോളും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കോഴിക്കറി വെച്ചു. ഇടയിൽ ഹീതു വന്നതും അവളും കൂടി. പുതിയ ഡ്രസ്സിൻ്റെ ചർച്ചകളും കല്യാണ ചർച്ചകളും ആ അടുക്കളയിൽ മുഴങ്ങി. ദേ ഹരിയേട്ട എണ്ണിക്ക്, സമയം 8:30 തോളിൽ പിടിച്ച് കുലുക്കി വിളിച്ചതും മോളലോടെ തിരിഞ്ഞു കിടന്നതേ ഉള്ളൂ ഹരി. ഷെടാ എണ്ണിക്കെൻ്റെ ഹരിയേട്ടാ, ബാക്കി രാത്രി ഉറങ്ങാം. സമയം വൈകി, എഴുന്നേക്ക്. കുറച്ചുകൂടെ ഗൗരി. കണ്ണു തുറക്കാതെ തന്നെ അവൻ പറഞ്ഞു. ഗൗരിയുടെ കണ്ണു കൂർത്തു. നിങ്ങൾ രാത്രി വല്ല നായായിട്ടും പോകുന്നുണ്ടോ? ബാക്കി അപ്പം ഉറങ്ങാന്നേ, എണ്ണീക്ക്. എന്നിട്ട് കഴിച്ചിട്ട് കിടക്കാം. താടിയിൽ പിടിച്ച് മെല്ലെ വലിച്ചുകൊണ്ട് അവൾ വിളിച്ചതും ഹരി കണ്ണുകൾ തുറന്നുകൊണ്ട് അവളെ നോക്കി. സമയം എത്രയായി? 8:20. അവൻ്റെ മുടി ഒതുക്കി വെച്ചവൾ. ഹരി അവളെ തന്നെ നോക്കിക്കിടന്നു. ഉറക്കം പോയില്ലേ ഹരിയേട്ടാ? അവൻ ഇല്ലെന്ന് തലയാട്ടി. ബാക്കി പിന്നെ ഉറങ്ങാം. ഇനി രാത്രി കിടന്ന് ഉറക്കം വരില്ല. ഇപ്പം എണ്ണീക്ക്. അവനെ കുത്തിപ്പൊക്കിയതും ഹരി മടിയോടെ ഹെഡ് ബോർഡിലേക്ക് ചാഞ്ഞിരുന്ന് മുഖം അമർത്തി വെച്ചു. വിശക്കുന്നു കുഞ്ഞി, കഴിക്കാൻ എന്നെ ഉണ്ട്. കോഴിക്കറി ആയിട്ടുണ്ട്. ചോറ് വിളമ്പട്ടെ? വേണ്ട. രാവിലത്തെ അപ്പം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ട. ഞാൻ ദോശ ഇട്ട് തരാം പോരെ?
ബെഡിൽ നിന്ന് എണ്ണീറ്റുകൊണ്ട് അവൾ പറയെ ഹരി തലയാട്ടി. വേഗം ഫ്രഷായി വാ, ഞാൻ ചട്ടി വെക്കുവാണേ. അവൾ പോയതും ഹരി ചിരിയോട് ടവലും എടുത്ത് ഫ്രഷ് ആവാൻ കയറി. ഷർട്ടിൻ്റെ ബട്ടണും ഇട്ട് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ പെണ്ണ് ദോശ ചുട്ടെടുക്കുകയാണ്. ഇപ്പുറത്തെ അടുപ്പിൽ ചായ തിളയ്ക്കുന്നുണ്ട്. വന്നോ? ഇതെന്താ ഷർട്ടൊക്കെ ഇട്ട്? ഇനിയിപ്പോൾ കടയിൽ പോകുന്ന ഹരി കേട്ടോ. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് കൂടെ ചായയും ഒഴിച്ചു വെച്ചവൾ